ഹലോ, ആ നാളെ ഞാൻ ബുക്ക്ഡ് ആണല്ലോ. ആ ഒരാഴ്ച കഴിഞ്ഞ് നോക്കാം. ആളെ പിടിച്ച് കെട്ടിയിടേ. അവൻ ഏതോ ഒരു ജിന്നിന്റെ പിടിയിലാണ്. കടുത്ത ജിന്നാണ്. കുറച്ച് ചെലവുകൾ കൂടും. 10,000 രൂപ വേണ്ടി വരും. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൂടെ? എങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ ആയിക്കോ. അല്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. തൽക്കാലം ഇതുകൊണ്ട് അവൻ കാണാതെ അവന്റെ കട്ടിലിന്റെ കാൽ കിട്ടും. ഇനി മഴയൊന്നും പെയ്യും തോന്നുന്നില്ല. ഈ മുസലിയാര് പലിശയേക്കാൾ അപ്പുറത്തെ ബ്ലേഡാ. ഞാൻ ഈ 10,000 രൂപ കൊടുക്കുന്നതേ ഈ കല്യാണം കഴിഞ്ഞ് ശ്രീധര പൈസ വാങ്ങിച്ച ആ ഷുക്കൂറിന് കൊടുക്കാനാ. ഈ മനുഷ്യന്റെ കാര്യം കൊണ്ട് തോറ്റു. പലിശ പലിശ എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. ജബ്ബാറേ, അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. വാ, ഇങ്ങ് വന്നേ. അകത്തേക്ക് വാടാ. എന്താടാ? ഒരു കാര്യം പറയട്ടെ. എന്താ കാര്യം? എന്താ ഇത്? 10,000 രൂപയുണ്ട്. മഹർ കൊടുക്കാൻ ഒരു പവൻ സ്വർണം വാങ്ങണം. ബാക്കി വരുന്ന തുകയ്ക്ക് ഡ്രസ്സ് എടുക്കണം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കരുത്. ഇനി അധികം ദിവസമില്ല. ആ ശരി, എന്നാൽ ഞാൻ പോയി വരട്ടെ. പിന്നെ പള്ളിയിലേക്ക് പോകുന്ന വഴി ഏതാ? അതാ ആ കുന്നിന് താഴെയാണ്. ഞങ്ങളും ശരി ശരി. വരുന്നു. യവനായിരുന്നു. നീ അല്ലാതെ ആരെങ്കിലും അവന് വഴി പറഞ്ഞു കൊടുക്കും. അവൻ വഴി ചോദിക്കും, പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നടന്നു പോവുകയും ചെയ്യും. നമ്മുടെ സമൂഹം ഇങ്ങനെ തന്നെയാണ്. സ്വർഗത്തിലേക്കുള്ള വഴി അന്വേഷിക്കും, എന്നിട്ട് നരകത്തിലേക്ക് നടക്കും, എന്നിട്ട് സ്വർഗത്തിലേക്കാണെന്ന് വീമ്പ് പറയുകയും ചെയ്യും. എന്തൊരു വൈരുദ്ധ്യമാണിത്. നരകത്തിനെ അവർക്ക് ഭയമാണ്, എന്നിട്ടും നരകത്തിലേക്കുള്ള പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത്. ശരിയാണ്. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. എന്നെ അറിയുമോ? നിങ്ങൾ എപ്പോഴും ടിവിയുടെ മുന്നിലാണല്ലേ? മാമയും മാമിയൊക്കെ എവിടെ പോയി? മടുവീട്ടിൽ പോയി. മാമൻ എന്നാ പിന്നീട് വരാം. ഷിയാസ് അറിഞ്ഞില്ലേ? അരവിന്ദനും കുടുംബവും ആത്മഹത്യ ചെയ്തു. എന്താ കാര്യം? ബാങ്കുകാർ വീട് ജപ്തി ചെയ്തെന്നോ നോട്ടീസ് കൊണ്ടെത്തിച്ചെന്നൊക്കെയാണ് കേട്ടത്. അതിനുശേഷമാണ് ഈ സംഭവം. പോലീസ് മരണക്കുറിപ്പ് അരവിന്ദന്റെ പോക്കറ്റിൽ നിന്നും കണ്ടെടുത്തെന്നും കേട്ടു. മരണകാരണം സാമ്പത്തിക ബാധ്യതയാണെന്നാണ് കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. ബാക്കി നാളത്തെ പത്രത്തിലറിയാം. അരവിന്ദൻ്റെ മരണം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ വരെ കാറിൽ ചെത്തി നടന്ന ആളാണ്.
ധൂർത്തും പൊങ്ങച്ചവും മനുഷ്യനെ എവിടെ എത്തിക്കുന്നു എന്നതിന് ഒരു പാഠമാണ് അരവിന്ദൻ. മരണം ഒരു യാഥാർത്ഥ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഒരിക്കലും മരിക്കില്ല എന്ന രീതിയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. പരമാവധി സൂഹിക്കുക, ഭൗതിക നേട്ടങ്ങൾ ആർജിക്കുക എന്നതിലപ്പുറം മനുഷ്യൻ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. ആ നീ വാ, നമുക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഊണ് കഴിക്കാം. ഓ, എന്നാലും വലിയ കഷ്ടമായിപ്പോയി. ആ കുടുംബത്തിന്റെ കാര്യം എന്ത് പറയാൻ. മാ മാ മാമ ഒരു കാര്യം അറിഞ്ഞ? എന്ത്? ആ അരവിന്ദനും കുടുംബവും ആത്മഹത്യ ചെയ്തു. എപ്പോ? ഇപ്പോ ഞങ്ങൾ അവിടെ നിന്ന് വരുന്നവരാ. മാമാ ഷിയാസേ, എന്ത് പറ്റി? എന്ത്? ജബ്ബാറെ, നീ വേഗം ഒരു ടാക്സി പിടി. ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. പാപ്പ എന്ത് പറ്റി? പാപ്പ എന്ത് പറ്റി? ഞാൻ ചായ വാങ്ങി വരാം. പതുക്കെ. ആ അരവിന്ദന്റെ കാര്യം അറിഞ്ഞപ്പോ എന്റെ ഇടനെഞ്ചില് ഒരു കൊളുത്തു കൊളുത്തി. പിന്നെ ശ്വാസം കിട്ടിയില്ല. അവന് കൊടുത്ത പൈസയെ കുറിച്ച് ആലോചിക്കുമ്പോ നിങ്ങൾ അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. നിനക്കത് പറയാം. 2 ലക്ഷവും പലിശയുമാ. ഇനി അതാര് തരാൻ? ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ഇതേ ഉള്ളോ പറയാൻ? മുസലിയാരെയും മന്ത്രവാദിയും കണ്ടിട്ട് ഒരു ഫലമില്ലല്ലോ. വരുന്നു. വാപ്പ കിടക്കു. വാപ്പ പള്ളിയിലേക്ക് പോകുന്ന വഴിയൊന്ന് പറഞ്ഞുതരാമോ? അങ്ങ് താഴേക്ക് പോയാൽ മതി. പള്ളി എവിടെയാണെന്ന് അറിയാഞ്ഞിട്ടല്ലേ ഇവൻ്റെ വഴി ചോദിക്കല്. സത്യത്തെ തിരിച്ചറിഞ്ഞിട്ടും തന്നിഷ്ടം പ്രവർത്തിക്കുന്ന നമ്മുടെ സമുദായത്തിൻ്റെ പ്രതിരൂപമാണ് അയാൾ. എന്തു പറയാനാ, നമ്മുടെ സമുദായം ഇങ്ങനെ ആയിപ്പോയി. പറഞ്ഞ സമുദായത്തെ കയറി കളിക്കല്ലേ. സമുദായം തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവമാണ് നമുക്ക് നഷ്ടമായത്. സ്വന്തം കുടുംബത്തിനെ നന്നാക്കിയിട്ട് പോരെ സമുദായത്തിനെ നന്നാക്കണത്. വാപ്പ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. വീണ്ടും മത്സ്യപരിപാടി തുടങ്ങിയെന്നാണ് തോന്നുന്നത്. ഓ, ഈ പൂച്ചകളെ കൊണ്ട് തോറ്റല്ല, എന്ത് പൊരിച്ചു വെച്ചാലും കൊണ്ടുപോകും. മോഷണം തെറ്റാണെന്ന് പൂച്ചയ്ക്കും അറിയാം. വെറുതെ ബെഡായി പറയല്ലേ. അതുകൊണ്ടാണല്ലോ ഈ പൂച്ച ഇവിടെ നിന്ന് തിന്നുന്നതും മോഷ്ടിച്ച പൂച്ച ഓടി ഒളിച്ചതും. ചില മനുഷ്യർക്ക് അള്ളാഹു നൽകിയ ഈ ബോധം പോലും ഇല്ലാതായിട്ടുണ്ട്. അവരെക്കുറിച്ചാണ് മൃഗത്തേക്കാൾ തരം താഴ്ന്നവരെന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത്. നീ അറിഞ്ഞില്ലേ നമ്മുടെ പോക്കർക്ക് ക്യാൻസർ ആണെന്ന്? സത്യമാണോ അബൂക്ക? അസ്സലാമു അലൈക്കും. കിടന്നോ? ഈ അവസ്ഥയ്ക്ക് ഞാൻ തന്നെയാണ് കാരണക്കാരൻ. തെറ്റെൻ്റേതാണ് ഷിയാസെ. നീ അന്ന് പറഞ്ഞ വാക്ക് എത്ര സത്യമാണ്. സിഗരറ്റ് വലി ഇത്രയും മാരകമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ജസ്റ്റ് ഒരു ബാഗിൽ റോത്തമൻസെങ്കിൽ താടേ ലൂസേ ഉള്ള ലൂസെങ്കിൽ ലൂസ്. കയ്യിൽ തീപ്പെട്ടി ഉണ്ടല്ലോ, ഇതാ ഇതൊന്ന് കത്തിക്കും. എന്തോന്നടേ
അളിയ നിനക്കെന്ത് വട്ട് പിടിച്ച? എടാ ഞാൻ ഈ നോട്ട് കത്തിക്കാൻ പറഞ്ഞപ്പോൾ നീ എന്നെ വട്ടനാക്കി. നിന്റെ പൈസ മാത്രമല്ല ശരീരം കൂടെ കരിച്ചു കളയുന്ന ഈ സിഗരറ്റ് വലിക്കുന്ന നിന്നെ ഞാൻ എന്ത് വിളിക്കും? അതൊക്കെ പോട്ടെ, ഈ രോഗം ഭേദമാവും ഇൻഷാ അല്ലാഹ്. നിനക്കിനിയും ജീവിതമുണ്ട്. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇനി നിനക്കാകുമെങ്കിൽ ഈ രോഗവും നിനക്ക് അനുഗ്രഹമാണ്. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും. ഷിയാസേ, നിന്റെ തീരുമാനം എന്തായി? ആശുപത്രി ചെലവും മറ്റുമായി ഒരുപാട് കടമുണ്ട് മോനെ. നീ ഇസ്ലാമും പറഞ്ഞോണ്ടിരുന്നാല് നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? ഉമ്മ, ഞാൻ പറയുന്നോന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട. ഇതിനായിരുന്നു ഇവൻ വന്നത്. ഹൃദയരാഗതന്ത്രിയിൽ ഞാൻ ഒരു രാഗം നിനക്കായി കരുതി. ഹൃദയരാഗതന്ത്രിയിൽ ഞാൻ ഒരു രാഗം നിനക്കായി കരുതി. രാവിൻ്റെ ഭാവത്തിൽ ഏകനാ പ്രാർത്ഥനാഗീതമായി ഒഴുകി വന്നു. ഹൃദയരാഗതന്ത്രിയിൽ ഞാൻ ഒരു രാഗം നിനക്കായി കരുതി. എന്താ ഷിയാസേ, എന്തു പറ്റി? കാര്യം പറഞ്ഞേ, എന്താണ്? ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഇസ്ലാമിനെ ഞാൻ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എന്നെ ഒറ്റപ്പെടുത്തുന്നു. എനിക്ക് മടുത്തു. ഞാൻ പോകാൻ തീരുമാനിച്ചു. നിനക്കിനിയും 4 മാസം ലീവില്ലേ? എനിക്ക് പോണം. എല്ലാവരാലും വെറുക്കപ്പെട്ട് ഇനി എനിക്കിവിടെ ജീവിക്കാൻ വയ്യ. എനിക്ക് പോണം. എനിക്കെല്ലാത്തിനേക്കാളും വലുത് ഇസ്ലാമാണ്. പോയി വരട്ടെ. നാട്ടിൽ ജീവിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല. നാമവചനങ്ങൾ ഒരു ഹൃദയാംബരത്തിലെ നീർക്കണങ്ങൾ ബാഷ്പമായി മേലേക്കുയർന്നു.
ബ്രഹ്മാണ്ടമാകെയും നിറഞ്ഞു നിൽക്കുന്നൊരു ദൃഷ്ടാന്തങ്ങളിൽ അറിഞ്ഞു നിന്നെ അടിയനായി നിൻ മുന്നിൽ നമിക്കുവാനായി അർഹനായതിൽ പരമാനന്ദം